നമ്മൾ ഇന്ന് ബികോമിലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള പോർഷനാണ് എടുക്കുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ മെത്തേഡ്സ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ സെൻട്രൽ വാല്യൂ ഓർ ആവറേജ് വാല്യൂ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ അതിൻ്റെ സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ചില മെഷേഴ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് പറയാൻ പോകുന്നത്. ഈ ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വഴി നമ്മളൊരു കോമൺ ഒരു ഫിഗർ കണ്ടെത്തുന്നു, അതായത് ഒരു സെൻട്രൽ വാല്യൂ കണ്ടെത്തുന്നു. ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത് ആ ഹോൾ സീരീസിൻ്റെ ഒരു നേച്ചറിനെ പറ്റിയിട്ടായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസിലെ ഒരു സെൻട്രൽ വാല്യൂ കണ്ടെത്തുക എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിൻ്റെ ആവറേജസ് കണ്ടുപിടിക്കുന്ന 3 മെത്തേഡ്സ് ആണ്. ഒന്ന് അരിത്മെറ്റിക് മീൻ, ഒന്ന് മീഡിയൻ, ഒന്ന് മോഡ്. ഈ 3 രീതിയിൽ നമ്മൾ അരിത്മെറ്റിക് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അടുത്തത് നമ്മൾ അരിത്മെറ്റിക് മീൻ അല്ലെങ്കിൽ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇത് മോസ്റ്റ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആവറേജ് ആണ്. ഇവിടെ നമ്മൾ ഓരോ സീരീസിൽ ഉള്ള ഡിഫറെൻ്റ് ആയിട്ട് എക്സ് ബാർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസ് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസിനകത്തിൽ മീൻ കണ്ടുപിടിക്കുന്നത് 2 മെത്തേഡ്സ് ആയിട്ടാണ്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും ഒന്ന് ഷോർട്ട് കട്ട് മെത്തേഡും ആണ്. ഫസ്റ്റ് വൺ ആണ് ഇൻഡിവിജ്വൽ സീരീസിൽ ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ എക്സ് ബാർ കാണുന്നത് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. എക്സ് ബാർ എന്ന് പറയുന്ന അരിത്മെറ്റിക് മീനെ ഡിനോട്ട് ചെയ്യുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസിലെ വാല്യൂസിനെ നമുക്ക് വാല്യൂ ഓഫ് ദി വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. അതിൽ സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തരുന്ന വാല്യൂ ഓഫ് ദി വേരിയബിൾസിൻ്റെ സമ്മ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇക്വേഷനിലുള്ള എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എന്നിലെ സിഗ്മ എക്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒബ്സർവേഷൻസിൽ തന്നിരിക്കുന്ന ആ ഐറ്റംസ് എത്ര ഉണ്ട് അതിൻ്റെ നമ്പേഴ്സ് ആണ് എൻ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷനാണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഫസ്റ്റ് ഈ ഒരു ഇല്യൂസ്ട്രേഷൻ നോക്കുക. ദ ഫോളോയിങ് ടേബിൾ ഗീവ്സ് ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 10 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ 10 സ്റ്റുഡൻസിന് കിട്ടിയ മാർക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാർക്ക് തന്നിട്ടുണ്ട് 40, 50, 30, 60, 70, 80, 40, 50, 60, 90. ഇതിൽ നിന്നും കാൽക്കുലേറ്റ് ദ അരിത്മെറ്റിക് മീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ടേബിൾ വരയ്ക്കുക. അതിൽ റോൾ നമ്പർ അതേപോലെ മാർക്സും നമ്മൾ എഴുതുക. റോൾ നമ്പേഴ്സ് 1 to 3 തൊട്ട് 10 വരെയുള്ള റോൾ നമ്പേഴ്സ് എഴുതി അതിൻ്റെ കറസ്പോണ്ടിങ് നമുക്ക് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. മാർക്ക് ഏതൊക്കെയാണെന്നുള്ളത് 40, 50 അതിങ്ങനെ മാർക്സിൻ്റെ കോളത്തിൽ എടുത്ത് എഴുതുക. ഇതിനതിൽ നമ്മുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂസ് തന്നിട്ടുണ്ട്. ആ വാല്യൂ ഓഫ് ദി വേരിയബിൾസ് ആണ് ഈ 40, 50, 30 ഇങ്ങനെ നമുക്ക് മാർക്സ് ആയിട്ട് തന്നിരിക്കുന്നത്. ഈ സിഗ്മ എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ വാല്യൂസ് എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ സിഗ്മ എക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 570. ഇനി നമ്മളിത് ഇക്വേഷനിൽ കൊടുക്കുകയാണ്. എക്സ് ബാർ എന്ന് പറയുന്ന അരിത്മെറ്റിക് മീനായി കാണാനായിട്ട് ഈ സിഗ്മ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രോബ്ലത്തിൽ 570 കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ എൻ എന്ന് പറയുന്ന ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്ന ആ ഒരു നമ്പർ ഓഫ് ഐറ്റം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 570 എന്നുള്ള സിഗ്മ എക്സ് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. അതേപോലെ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് ഐറ്റംസ് ഒരു ക്ലാസ്സിൽ 10 സ്റ്റുഡൻസിൻ്റെ ഡേറ്റാസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ എന്ന് പറയുന്നത് 10 ആയിരിക്കും. അങ്ങനെ നമ്മൾ ആവറേജ് നോക്കുമ്പോഴാണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു 57 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 57 ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഈ മെത്തേഡിന് നമുക്ക് മറ്റൊരു പേരുണ്ട്, ഡീവിയേഷൻ മെത്തേഡ് എന്നും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ അരിത്മെറ്റിക് ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു അസ്യൂംഡ് മീനിൻ്റെ സഹായത്തോടു കൂടിയാണ്. എന്നിട്ട് അതിൽ നിന്നുമാണ് നമ്മുടെ എക്സ് വാല്യൂസിന് എന്തുമാത്രം ഡീവിയേഷൻ വരുന്നുണ്ടെന്നുള്ള ഒരു കോളം കൂടി നമ്മൾ ഈ ഒരു ടേബിളിനകത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിനകത്തിൽ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിനകത്തിൽ ഉപയോഗിക്കുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ടി എക്സ് ബൈ എൻ ആണ്. അവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അരിത്മെറ്റിക് മീൻ ആണ്.
ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ അസ്യൂംഡ് മീൻ ആണ്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ഓഫ് ദ സൈസ് ഓഫ് ദ ഐറ്റം ഫ്രം ദ അസ്യൂംഡ് മീൻ ആണ്. അതായത് ഡി എക്സ് നമ്മൾ ഒരു കോളം കൂടി അഡീഷണലായിട്ട് ഈ ഒരു പ്രോബ്ലത്തിന് അതിൽ വരുന്നുണ്ട്. ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് ഏതൊക്കെയാണോ ആ എക്സ് വാല്യൂസിൽ നിന്നും നമ്മളൊരു അസ്യൂംഡ് മീൻ നമുക്ക് ഫൈൻഡ് ഔട്ട്, നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരുന്ന ഡേറ്റാസിനകത്തിൽ ഒരു ഡേറ്റ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സ് വാല്യൂസിനകത്തുനിന്ന് എല്ലാം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എക്സ് ഈ ഒരു അസ്യൂംഡ് മീൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ആദ്യം നമ്മളിങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുക, കാൽക്കുലേഷൻ ഓഫ് അരിത്മെറ്റിക് മീൻ. അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ അസ്യൂംഡ് ആവറേജ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മളിവിടെ 50 ആണ് അസ്യൂംഡ് ആവറേജ് ആയിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ റോൾ നമ്പേഴ്സിൻ്റെ കോളം എടുത്തെഴുതുക. അതേപോലെ മാർക്സ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാർക്സുകൾ ഓരോന്നും എടുത്തെഴുതുക. ഇനി നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് ഡി എക്സ് ആണ്. ഡി എക്സ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ ഓരോ എക്സ് വാല്യൂസിൽ നിന്നും നമ്മൾ ഈ അസ്യൂംഡ് ആയിട്ട് എടുത്തിരിക്കുന്ന ആവറേജിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂസ് കിട്ടുന്നതിനാണ് ഇവിടെ ഡി എക്സ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോന്നും ചെയ്യാം. ഇപ്പോൾ 40, ഇവിടെ 40-ക്കകത്തിൽ നമുക്ക് അസ്യൂംഡ് മീൻ നമ്മളിവിടെ 50 ആയിട്ട് എടുക്കുന്നു. സോ നമ്മൾ എക്സ് മൈനസ് 50 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 40 മൈനസ് 50 = -10 ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഇങ്ങനെ ഓരോ വാല്യൂസും നമ്മൾ താഴേക്ക് എഴുതുന്നു. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസും ഇവിടെ എഴുതുകയാണ് വേണ്ടത്. അത് നമുക്ക് എന്തൊക്കെ കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ -10 കിട്ടി, അതേപോലെ 50 50 മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും. അങ്ങനെ ഓരോ വാല്യൂസും നമ്മളിവിടെ എഴുതി. അങ്ങനെ നമുക്ക് ഡി എക്സ് എന്ന് പറയുന്ന കോളവും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് എന്താണ് ഇനി ഇക്വേഷനിൽ വേണ്ടത് സിഗ്മ ഡി എക്സ് ആണ്. ഡി എക്സിൻ്റെ ഫുൾ സമ്മ് നമ്മൾ എടുക്കുന്നു. അത് 70 ആണ് വരുന്നത്. അങ്ങനെ നമുക്ക് സിഗ്മ ഡി എക്സും കിട്ടുന്നു. ഇവിടെ നമുക്ക് സിഗ്മ ഡി എക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് ബാർ = a + സിഗ്മ ഡി എക്സ് ബൈ എൻ ആണ്. ഇതിനകത്ത് നമുക്കറിയാം എ എന്ന് പറയുന്നത് നമ്മുടെ അസ്യൂംഡ് മീൻ ആണ്. അതായത് ഈ പ്രോബ്ലത്തിൽ നമ്മൾ അസ്യൂംഡ് ആവറേജ് ആയിട്ട് എടുത്തിട്ടുള്ളത് 50 ആണ്. അപ്പം നമ്മൾ പ്രോബ്ലത്തിനകത്തിൽ എ എന്ന് പറയുന്നിടത്ത് 50 എന്നുള്ള ഇക്വേഷനകത്ത് 50 കൊടുക്കുക. അതേപോലെ സിഗ്മ ഡി എക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, 70 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇനി നമുക്ക് കാണുന്ന എൻ ആണ്. എൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഐറ്റംസ് 10 ആണ്. അപ്പോൾ നമ്മൾ ഈ സിഗ്മ ഡി എക്സ് / n എന്നുള്ള സ്ഥാനത്ത് നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 50 + 70/10, അതായത് = 50 + 70/10 7 ആണ്. അപ്പോൾ 50 + 7 57. ഇതായിരിക്കും നമ്മുടെ ആവറേജ് മാർക്ക്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ മെത്തേഡിനകത്തിൽ പഠിച്ചത് ഒരു ഷോർട്ട് കട്ട് മെത്തേഡായിരുന്നു. ഇവിടെ നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യനകത്തിലൊക്കെ ചോദിക്കാം, ഇപ്പം ഫൈൻഡ് ഔട്ട് ദ ആവറേജ് മീൻ ബൈ യൂസിങ് ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പം ഒരു ഇൻഡിവിജ്വൽ സീരീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റാസൊക്കെ ഇതേപോലെ എഴുതിയിട്ട് നമ്മളൊരു മീൻ എടുക്കുന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഒരു അസ്യൂംഡ് ആവറേജ് നമ്മൾ എടുക്കുന്നു. നമ്മൾ ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അങ്ങനെ നമ്മൾ മറ്റേ പ്രൊസീജിയേഴ്സ് തന്നെയാണ്, പക്ഷേ അഡീഷണൽ ആയിട്ട് ഒരു കോളം കൂടി വരുന്നുണ്ട് ഡി എക്സ്. അത് നമ്മുടെ എക്സ് വാല്യൂസിൽ നിന്നും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡി എക്സ് എന്ന് പറയുന്ന കോളത്തിലുള്ള വാല്യൂസ് വരുന്നത്. ഇവിടെ നെഗറ്റീവിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ സയൻസിനൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. നെഗറ്റീവ് എടുത്ത് നെഗറ്റീവ് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ 40 നമ്മൾ 50 മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്. അപ്പോൾ അതിവിടെ നോക്കി വേണം ചെയ്യാനായിട്ട്. സിഗ്മ ഡി എക്സ് 70 കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ എക്സ് ബാർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മുടെ മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി അടുത്തത് നമ്മുടെ അരിത്മെറ്റിക് മീനിലെ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ മീൻ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതും ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇക്വേഷൻ എക്സ് ബാർ = സിഗ്മ fx/n ആണ്. അവിടെ നമുക്ക് fx എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസിനകത്തിൽ അതിൻ്റെ ഓരോ ഡേറ്റയുടെയും ഫ്രീക്വൻസി കൂടി തരും. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിനകത്തിൽ ആവറേജ് കണ്ടുപിടിക്കുന്നത്.
അടുത്ത നമുക്ക് ഇല്യൂസ്ട്രേഷൻ ഈ 3 ഒന്ന് നോക്കാം. ഇതിനകത്തിൽ നമുക്ക് ഒരു 50% മന്ത്ലി ഇൻകമാണ് നമുക്ക് തന്നേക്കുന്നത്. അതിൽ ഇൻകമാണ് നമുക്കിവിടെ തന്നേക്കുന്ന ഓരോ ഡേറ്റാസ്, അതേപോലെ നമ്പർ ഓഫ് പേഴ്സൺസ്, അത് അവിടുത്തെ ഫ്രീക്വൻസീസ് ആണ് തന്നേക്കുന്നത്. അതിനെയും അതേപോലെ ടേബിൾ വരച്ചിട്ട് എഴുതുമ്പോഴത്തേക്കും ഇൻകത്തിന് നമ്മൾ അതായത് എക്സ് വാല്യൂസ് ആണ് ഇൻകം എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് എക്സ് വാല്യൂസ് ആണ് തന്നേക്കുന്നത്. ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. അപ്പം ഇൻകം നമ്മൾ എടുക്കുന്നു, അതിന് നമ്മളൊരു ഇൻകം കോളത്തിന് അതിൽ എഴുതുന്നു. അതേപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് നമ്മൾ എഫ് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്ത് ഓരോ വാല്യൂസും എടുത്തെഴുതുന്നു. അടുത്തത് അതിൻ്റെ എഫക്ട്സ് ആണ്. ഇനി നമ്മൾക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. അപ്പോൾ നമുക്ക് അതിനകത്തിൽ നമ്മുടെ ഇക്വേഷൻ അതിൽ എഫ് എക്സ് കിട്ടണം. അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി. ഇപ്പം ഫസ്റ്റ് വൺ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ആണ് നമ്മുടെ നമ്പർ ഓഫ് പേഴ്സൺസ്. ഇൻകം എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ 220 ആണ്. അപ്പം എഫ് എക്സ് ഇവിടെ കിട്ടണമെങ്കിൽ ഈ 220 × 5 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ എഫ് എക്സ് 1100 നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും എക്സ് വാല്യൂസ് എഫ് എക്സ് വാല്യൂസ് കണ്ടുപിടിച്ച് ഇവിടെ എഴുതുന്നു. അതിൻ്റെ സിഗ്മ എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ടോട്ടൽ സിഗ്മ എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി മറ്റതുപോലെ തന്നെയാണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ ചെയ്യുന്നു. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 1740 ആണ്. അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് പേഴ്സൺസ് അല്ല, ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അതാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസിൻ്റെ അതിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടലാണ് ഇവിടെ ക്യാപിറ്റൽ എൻ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പം എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ എന്നുള്ളത് കിട്ടും. അങ്ങനെ നമുക്ക് ഇവിടെ ആവറേജ് മന്ത്ലി ഇൻകം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് 340.8 ആണ്. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സ് ബാർ കാണുന്നത് എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ബൈ എൻ ആണ്. ഇവിടെ നമ്മൾ അസ്യൂംഡ് മീൻ ആണ് എടുക്കുന്നത്. അസ്യൂംഡ് മീൻ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡി എക്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ് വാല്യൂസിൽ നിന്നും അസ്യൂംഡ് മീൻ കുറച്ച് ഡി എക്സ് എന്ന് പറയുന്നൊരു കോളം എടുക്കുന്നുണ്ട്. പിന്നെ എഫ് ഫ്രീക്വൻസി ഉണ്ട്, എൻ എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അതായത് ഫ്രീക്വൻസീസിൻ്റെ സം ടോട്ടൽ എടുക്കുന്നതിനെയാണ് പറയുന്നത്. പ്രോബ്ലംസ് ആണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ടേബിളിലായിട്ട് എഴുതുക, ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ കോളം വരച്ച് എഴുതുക ഓരോ ഇൻകംസും, അതേപോലെ നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രീക്വൻസി എഴുതുക, അതിൽ നിന്നും ഡി എക്സ് കണ്ടുപിടിക്കുക. ഈ എക്സ് വാല്യൂസിൽ നിന്ന് നമ്മളൊരു അസ്യൂംഡ് മീൻ എടുക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പം നമ്മൾ 300 ആണ് അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നത്. അപ്പോൾ 220 മൈനസ് 300 ചെയ്യുമ്പോൾ -80 കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഒരു കോളം ഫില്ല് ചെയ്യുക. പിന്നെ എഫ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻറ്റു ഈ ഫ്രീക്വൻസി ഇൻറ്റു 5 × -80 ചെയ്യുമ്പോൾ നമുക്ക് -400 കിട്ടും. അങ്ങനെയാണ് എഫ് ഡി എക്സ് നമ്മൾ ടോട്ടൽ എടുക്കുന്നത്. അങ്ങനെ സിഗ്മ എഫ് ഡി എക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത നമ്മുടെ എൻ എന്ന് പറയുന്ന ടോട്ടൽ ഫ്രീക്വൻസിയുടെ സമ്മാണ്. ഇവിടെ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അത് നമ്മൾ പ്രോബ്ലത്തിന് അതിൽ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആവറേജ് ഇൻകം 340.8 എന്ന് കിട്ടും. ഇനി കണ്ടിന്യൂസ് സീരീസിലെ അരിത്മെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡാണ് നോക്കുന്നത്. ദ ഫോർമുല ഫോർ കമ്പ്യൂട്ടിംഗ് മീൻ ഈസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് സീരീസ് ആയിട്ടായിരിക്കും തരുന്നത്. അതിൽ നിന്നും നമ്മൾ എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് എക്സ് വാല്യൂ എന്ന് പറയുന്നതിൻ്റെ മിഡ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. മിഡ് വാല്യൂ എന്ന് പറയുമ്പം L1 + L2 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വാല്യൂസ് കിട്ടും, മിഡ് വാല്യൂസ് കിട്ടും. L1 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ആണ്. L2 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ആണ്. N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഇവിടെ നമുക്ക് കുറേ ഡേറ്റാസ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ്. ഇവിടെ മാർക്സ് തന്നിരിക്കുന്നത് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പം ഇതിനകത്തിൽ നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എടുത്തെഴുതുന്നു. ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ആ കോളത്തിൽ കണ്ടിന്യൂസ് സീരീസ് ഓരോന്നും എടുത്തെഴുതുന്നു. ഇതിലാണ് നമ്മൾ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്കൊരു കണ്ടിന്യൂസ് സീരീസ് ആയിട്ടാണ് തന്നിരിക്കുന്നത് 0 to 10 എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ് ഈസ് ഈക്വൽ ടു
L1 plus L2 divided by 2 ആണ്. L1 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ആണ്. ഇവിടെ നമ്മുടെ 0 to 10 ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ L2 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ആണ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 to 10 ഏറ്റവും അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പം 0 plus 10 divided by 2. അപ്പോൾ 10 divided by 2 5 ആണ് നമുക്ക് ഇവിടുത്തെ മിഡ് വാല്യൂ കിട്ടുന്നത്. ഇനി അതിന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് ഈ ഒരു 0 to 10 വരെ വരുന്ന മാർക്സ് വരുന്ന 5 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസീസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഓരോന്നും. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് നമ്മൾ ഈ ഒരു കോളത്തിലേക്ക് എടുത്തെഴുതുന്നു. ഇനി നമുക്ക് ഇക്വേഷനകത്തിൽ എന്താ പറയുന്നത്, സിഗ്മ എഫ് എക്സ് എന്നുള്ള ഒരു ടേം വേണം. എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ് മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ ഇനി ഫ്രീക്വൻസിയുടെ ഒരു കോളം ഉണ്ട്. ഇനി എഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു വാല്യൂ 5 ഇൻറ്റു, അതായത് ഫ്രീക്വൻസി ഫസ്റ്റ് മാർക്കിൻ്റെ ഫ്രീക്വൻസി നമ്മൾ 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 5 25. അങ്ങനെ നമ്മൾ ഈ എക്സ് ഇൻറ്റു എഫ് ഇൻറ്റു എക്സ് എന്നുള്ള രീതിയിൽ ഈ ഒരു കോളം കണ്ടുപിടിച്ചെഴുതുന്നു. അതിൻ്റെ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും സിഗ്മ എഫ് എക്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ എൻ, ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസീസിൻ്റെ ടോട്ടൽ എടുക്കണം. അതാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ബാർ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 33.67 എന്ന് ആൻസർ കിട്ടും. ഇനി കണ്ടിന്യൂസ് സീരീസിൻ്റെ രണ്ടാമത്തെ മെത്തേഡാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഇതിനകത്തും ഷോർട്ട് കട്ട് മെത്തേഡ് പറയുന്നുണ്ട്. ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ നമുക്ക് അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ പറഞ്ഞതുപോലെ ഒരു അസ്യൂംഡ് മീൻ ഉണ്ട്. ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മിഡ് വാല്യൂസ് നമ്മൾ എക്സിൽ നിന്നും, അതായത് നമ്മുടെ കണ്ടിന്യൂസ് സീരീസിൽ നിന്നും നമ്മളൊരു മിഡ് വാല്യൂ കണ്ടെത്തുന്നുണ്ട്. ആ മിഡ് വാല്യൂസിൽ നിന്നും ആ എക്സ് വാല്യൂസ് എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഡി എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മിഡ് വാല്യൂവിൽ നിന്നും, അതായത് നമ്മളിപ്പം നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ 0 to 10 അതിൽ മിഡ് വാല്യൂ നമ്മൾ 5 ആയിട്ട് എടുത്തിരുന്നു. അപ്പോൾ 5 ആണ് അവിടുത്തെ എക്സ് വാല്യൂ. ആ എക്സ് വാല്യൂസിൽ നിന്നും നമ്മളൊരു മീനെ അസ്യൂം ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ മിഡ് വാല്യൂവിൽ നിന്നും നമ്മൾ ഈ അസ്യൂംഡ് മീന് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിനകത്തിൽ നമ്മൾ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ബൈ എൻ. ഈ ഒരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് അരിത്മെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ്. ഇവിടെ നമുക്ക് മാർക്സ് തന്നിട്ടുണ്ട്. ഡേറ്റാസ് നമുക്കറിയാം കണ്ടിന്യൂസ് സീരീസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ടേബിൾ വരയ്ക്കുക. അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് മാർക്ക് ഓരോന്നും എടുത്തെഴുതുക. അതിൻ്റെ സീരീസ് ആയിട്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് എടുത്തെഴുതുക. അതേപോലെ മിഡ് വാല്യൂസ് കണ്ടെത്തുകയാണ്. മിഡ് വാല്യൂ നമുക്കറിയാം എക്സ് വാല്യൂസ് കാണുന്ന L1 plus L2 divided by 2 ആണ്. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് 10 to 20. അതിനകത്തിൽ L1 എന്ന് പറയുന്ന ഏറ്റവും ലോവർ ക്ലാസ് ലിമിറ്റ് ആണ്. അപ്പം 10 plus 20 divided by 2. അപ്പോൾ 30 divided by 2 15 കിട്ടും. അങ്ങനെ നമുക്ക് പിന്നെ ഫ്രീക്വൻസീസ് ഓരോന്നും നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസീസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഓരോന്നും എടുത്ത് എഴുതുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തിൽ ഡി എക്സ് ആണ്. ഡി എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ തന്നിരിക്കുന്ന എക്സ് വാല്യൂസിൽ നിന്നും നമ്മളൊരു അസ്യൂംഡ് മീൻ എടുക്കുന്നു. എന്നിട്ട് അതാണ് നമ്മളിവിടെ ഓരോന്നും എടുത്തെഴുതുന്നത്. അസ്യൂംഡ് മീൻ എടുത്തെഴുതുമ്പോഴത്തേക്കും എക്സ് മൈനസ് എ അല്ലെങ്കിൽ ഡി എക്സ് എന്നുള്ള ആ ഒരു വാല്യൂസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നത് 25 ആണ്. അപ്പോൾ 25 എടുക്കുമ്പോഴത്തേക്കും ഈ 5 മൈനസ് 25 ആണ് ഇവിടെ നമ്മൾ -20 ആയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ വാല്യൂസും നമ്മൾ എടുക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ അസ്യൂംഡ് മീൻ എ ആയിട്ട് എടുത്തിരിക്കുന്നത് 25 ആണ്. അപ്പം രണ്ടാമത്തെ കോളം നോക്കുമ്പോഴത്തേക്കും ഇവിടെ 15 എന്ന് പറയുന്ന എക്സ് വാല്യൂവിൽ നിന്നും 25 നമ്മൾ ലെസ് ചെയ്യുമ്പോഴത്തേക്കും -10 നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഡി എക്സ് കോളം ഓരോന്നും വാല്യൂസ് എടുത്ത് എഴുതിയിരിക്കുന്നത്. അടുത്ത നമ്മുടെ എഫ് ഡി എക്സ് എന്ന് പറയുന്ന കോളമാണ്. എഫ് അതായത് ഫ്രീക്വൻസി ഇൻറ്റു ഡി എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എഫ് ഡി എക്സ് എന്നുള്ള ടോട്ടൽ കിട്ടും. ഇനി നമ്മൾ ആ എഫ് ഡി എക്സിൻ്റെ സമ്മ് ഫുള്ള് കാണുന്നു. ഇനി നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുകയാണ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ.
അതായത് എ എന്ന് പറയുന്നത് നമ്മളിവിടെ 25 നമ്മുടെ അസ്യൂംഡ് മീൻ എടുത്തു. 25 പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് 520 ആണ്. 520 ഡിവൈഡഡ് ബൈ 60 അത് നമ്മൾ ചെയ്തത് 520 ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോൾ നമുക്ക് 8.66 എന്ന് കിട്ടും. അപ്പോൾ 25 പ്ലസ് 8.66 ചെയ്യുമ്പോഴത്തേക്കും 33.66 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസിലെ ഷോർട്ട് കട്ട് മെത്തേഡിൽ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്.